ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞു പോകുക കേട്ടോ. ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ലോണം നന്നായി വന്നിട്ടോ. ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നാടൻ നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കിയ വലിയമാരൊക്കെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഒരു 5 ശർക്കര നല്ലോണം മെൽറ്റ് ചെയ്ത് വെള്ളത്തിലിട്ടാണ്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ശർക്കര പാനി ഉണ്ടാക്കാൻ. അങ്ങനെ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്ത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് ഒരു 6-7 മണിക്കൂർ നേരം വെള്ളത്തിലിടണം കേട്ടോ പച്ചരി. അപ്പോൾ തന്നെ നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കാം. അങ്ങനെ ശർക്കരയൊക്കെ ഒരുക്കിയിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ അതിക്ക് ഒഴിക്കാൻ. ശർക്കര പാനി ചൂട് കൊടുക്കാൻ ഒഴിച്ച് പോകരുത്, ഒരിക്കലും പിന്നെ കിട്ടൂല, പൊടിയൊക്കെ വെന്ത് പോകുള്ളൂ. നിങ്ങൾക്കൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടു അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ശർക്കര പാനിയൊക്കെ നല്ലോണം ഒരുക്കി വരണം കേട്ടോ. ഇതിലധികം വെള്ളം ഒഴിച്ചതേ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ പച്ചരിയിൽ വെള്ളം ഇറക്കാറ്. നമ്മൾ ഈ ശർക്കര പാനിയിലാണ് ഇനി മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ അരി. അങ്ങനെ ശർക്കര പാനിയൊക്കെ നല്ലോണം ചൂടായി വരട്ടെ. പച്ചരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടുകൊണ്ട് 6 മണിക്കൂർ നേരമൊക്കെ ആയിട്ടോ, നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടേ പച്ചരിക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചിങ്ങാണ്ട്, അധികം വെള്ളം കയറാനാക്കിയത് കുറച്ച് ഒഴിച്ചിങ്ങനെ ആ മിക്സിയിൽ ആ പച്ചരി നല്ലോണം ശർക്കര പാനിയിൽ അരച്ചെടുക്കണം. കുറച്ചിങ്ങനെ ഒഴിച്ചിങ്ങാണ്ട് അരച്ചെടുത്താൽ മതി. ഒരു പാകത്തെ കുറുകൽ, പറ്റ കുറുകലും പറ്റില്ല, പറ്റ ദിവസം പറ്റില്ല. അതിൻ്റെ അടിയിലില്ല ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാകം കേട്ടോ. ഇത് നമുക്ക് ഇനി ഒരു 6 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേണമെങ്കിൽ ഒരു ലേസം ഈസ്റ്റ് ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈസ്റ്റ് ഇടുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഈസ്റ്റ് ഇട്ടുള്ളൂ, അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും. പിന്നെ ഇതിലൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം കേട്ടോ. അത് നമ്മൾ ചുടുമ്പോൾ ചേർത്താൽ മതി. ഇനി ഞാനിപ്പോൾ ഒരു കൊട്ടത്തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ടേ തേങ്ങാക്കൊത്ത് ഉണ്ടാക്കാൻ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചങ്ങാണ്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതുവ വന്നുകൊണ്ട് തേങ്ങാക്കൊത്തൊക്കെ തിന്നാൻ നോക്കുക, നല്ല ഇഷ്ടമായിരിക്കണം തേങ്ങാക്കൊത്ത്. നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്ത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചട്ടിയിൽ കുറച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊണ്ടേ നമുക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് എണ്ണയിൽ നല്ലോണം വറുത്തെടുക്കട്ടോ. ഇത് നമ്മൾ ഉണ്ണിയപ്പം ചുടുമ്പോൾ അതിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറും ചെയ്തോട്ടൊക്കെ ഒന്ന് വറുത്ത് വെക്കുക. അതൊന്നുകൂടി ചെറുതാക്കി വേണമെങ്കിൽ നുറുക്കട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ നുറുക്കിക്കണേ, എനിക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇത് കടിക്കുമ്പോൾ. ഈ തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ്. പിന്നെ ചിലവർ പഴം ചേർക്കാറുണ്ട്, ഞാനിപ്പോൾ ഇതിൽ പഴം ചേർത്തിട്ടില്ല. പഴം ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും, ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല, സോഫ്റ്റ് ഉണ്ടാവും. ഇതൊന്നും വലിയ സോഫ്റ്റ് ഉണ്ടാവില്ല, ഇത് കുറച്ച് നല്ലൊരു ടേസ്റ്റാട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ അതേ പഴയ ആൾക്കാരൊന്നും ഇങ്ങനെ കടിക്കാനൊരു ബലം ഉണ്ടാവും, എന്നാൽ സോഫ്റ്റ് ഉണ്ടാവും. നല്ല ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഇതൊന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ്. ചൂട് കൊടുക്കണേ കഴിച്ചാൽ രസം ഉണ്ടാവും, ചുട്ടിട്ടൊന്ന് തണുക്കണം. അങ്ങനെ ആ തേങ്ങാക്കൊത്തൊക്കെ നന്നായി വറുത്തെടുത്തിട്ടേ നമുക്ക് ആ പൊടിക്ക് ചേർത്തിട്ട് ഉണ്ണിയപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമ്മളിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുള്ളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട. അങ്ങനെ അതൊക്കെ ആ പൊടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പൊടിയൊക്കെ 6 മണിക്കൂർ കഴിഞ്ഞ് ഒക്കെ നന്നായി ഒന്ന് നരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അതിൽ ഇട്ട് കൊടുത്തുങ്ങാണ്ടേ നമുക്ക് അപ്പങ്ങൾ ചുട്ടെടുക്കാം. ഇതിൽ പാകത്തിന് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. ഉപ്പ് പാകത്തിന് ചേർത്തോളൂ. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇളക്കിയിട്ടേ ചുട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം അധികം ആകുകയാണ് എഴുതിക്കോളി. നിങ്ങൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തോളിട്ട് കുഴപ്പമില്ല.
മൈദപ്പൊടിയും കൂടി ഇടുമ്പോഴേ ഇത്രയും കുഴപ്പമില്ല. ഒന്നുകൂടി ഇടുമ്പോൾ ഒന്നും കൂടി ഒരു മയം കുറച്ച് ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തില്ലെങ്കിൽ നല്ലതാട്ടോ. അങ്ങനെ നമ്മൾ ഈ കുഴിയപ്പത്തിൻ്റെ കുഴിയിലൊക്കെ നിറച്ച എണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു വട്ടം നിറച്ച എണ്ണ ഒഴിച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. എണ്ണയൊന്നും തീരെ കുടിക്കൂല കേട്ടോ. പക്ഷെ ഇത് കുറേ ദിവസം എടുക്കാത്തതുകൊണ്ട് ഇരുമ്പിൻ്റെ കുഴിയപ്പത്തെ ചട്ടിയാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഈ കുഴിയൊക്കെ ഇങ്ങനെ എണ്ണ ഇല്ലാണ്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് കുടിച്ച് റെഡിയാകണം. ഇങ്ങനെ ഈ കുഴിയിലൊക്കെ ആദ്യം തന്നെ നിറച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നമുക്ക് ഈ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്ന് ഞാനിപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് എടുത്തിട്ടാട്ടോ ചുടുന്നത്. അതിട്ട് ഒഴിക്കാൻ നല്ലൊരു സുഖം. നമുക്ക് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക ഒരു വട്ടം തന്നെ. കയ്യിലുണ്ടാകുമ്പോൾ ഓരോന്നിങ്ങനെ ഒഴിച്ചാൽ ഇതിലേക്ക് ഒറ്റും ചെയ്യും. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിലേ നിങ്ങൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തോളി. അതിൽ നിറച്ചിട്ട് നമുക്കങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടേ ഇത് ഒഴിച്ചുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കി. പിന്നെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ തീയിൽ അങ്ങനെ കടന്ന് വന്നോളും, കരിഞ്ഞു പോകും. അല്ലെങ്കിൽ അങ്ങനെ കയ്യുമ്മക്കൊന്നും എണ്ണ തെറിച്ചാനാക്കിയത് കേട്ടോ, കൈയൊക്കെ പൊള്ളി പോകും. ഇങ്ങനെ ഈ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഒഴിക്കാനാണെങ്കിൽ നല്ല സുഖം കേട്ടോ. ഇത് നമ്മൾ കയ്യിലുകൊണ്ടാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ ഒഴിക്കാൻ നിൽക്കണ്ടേ. ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ നമുക്ക് നമ്മളെ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റായ ഉണ്ണിയപ്പം റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ടാക്കണേ. താങ്ക്സ് ഫോർ വാച്ച്.